morning. Good morning, ma'am. Morning, ma'am. Good morning, Miss. Good morning, Miss. സുഖാണോ എല്ലാവർക്കും? അതെ മിസ്സേ, മഴയുണ്ട് അവിടെ? നല്ല മഴയാണ്. മഴയത്ത് പഠിക്കാനുള്ള സുഖാണ് ട്ടാ. ഇന്നലെ മാം ക്ലാസ് എടുത്തായിരുന്നോ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പാട്ടിന് കേറിയില്ലേ? ഞാനൊരു ഫ്യൂണറൽ ഉള്ളത് കൊണ്ട് എനിക്ക് കേറിയില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് കേട്ടാ മതി ട്ടോ. അത് ചാപ്റ്റർ ഏതായിരുന്നു? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ 6 ട്ടാ. ഓക്കെ. പേജ് നമ്പർ അറിയോ? ഇല്ലല്ലേ? പേജ് നമ്പർ ഇല്ല മോനെ, കൊടുത്തിട്ടില്ല. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. പേജ് 6 ട്ടാ, ചാപ്റ്റർ 6. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ് ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ കേറാൻ പറ്റിയില്ല. കേറിയവര് വായിച്ചു നോക്കിക്കോളൂ ട്ടാ. കേറാത്തവര് റെക്കോർഡ് ക്ലാസ് ചെയ്യണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. മിസ്, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ മിസ്. പറഞ്ഞോ മോളെ. ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഡൗട്ട് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു അഡ്മിഷൻ പ്രൊസീജിയർ 2 ഉള്ളൂന്ന്. ഇല്ല, പ്രൊസീജിയർ മിസ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാതിരിക്കണേരുന്നു. മിസ് പറഞ്ഞൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അത് 5 ആണ്. 8 വരുന്നില്ല മിസ്? ഇല്ല, 5 ആണ്. റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ ഇല്ലേ, ആ 5 വരെ വരണുള്ളൂ. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് അല്ലേ, അതിന്റെ കാര്യങ്ങളാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോ റോമൻ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്, 8 വരെ വന്നിട്ടുണ്ട്. അപ്പോ പറഞ്ഞത് 5 വരെ എന്നാണ്. എനിക്ക് ഡൗട്ട് തോന്നി കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ചോദിച്ചല്ലോ അങ്ങനെ. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളത് ഫുള്ള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സസ് ആണല്ലേ? പ്രിലിമിനറി ഒബ്സർവേഷൻ അതൊക്കെ അതിൽ വരുന്നല്ലേ? ഓക്കെ മിസ്, അപ്പൊ അതിന്റെ ആൻസർ വന്നത് 5 എന്നാണ് ട്ടോ. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അത് മേഡം എടുത്തതല്ലേ? എന്താണെന്ന്? വേറെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മേഡം എടുത്ത ചാപ്റ്റർ അല്ലേ? ഓക്കെ, ശരി. മാം ഇപ്പൊ എത്ര ചാപ്റ്റർ ടോട്ടൽ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരോ? ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റല്, പിന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം എടുത്തിട്ടുണ്ട്, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോ. ഇൻട്രൊഡക്ഷൻ. എന്താണ്? റേഡിയോളജി മാം അല്ലേ? അത് സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ ഒന്നുകൂടെ പറയോ മാം? ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ സിസ്റ്റം, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഇനി വല്ല ഡൗട്ട്സുകളൊക്കെ ഉണ്ടോ? ഇനി എന്തെങ്കിലും വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. അത് മിസ്സിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ആണ്, പെട്ടെന്ന് ഓപ്ഷൻ കൊടുത്തപ്പോ മാറിപ്പോയതാണ് കേട്ടോ. മൊഡ്യൂൾ 2 ഹലോ പറഞ്ഞോ മാം. മൊഡ്യൂൾ 2 ഇൻപേഷ്യന്റ് മാത്രല്ലേ? മൊഡ്യൂൾ 2 റേഡിയോളജി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 ആണ് ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് ഒക്കെ. മൊഡ്യൂൾ 2 അത് മാത്രല്ലേ എടുത്തുള്ളൂ? റേഡിയോളജി റേഡിയോളജി മാത്രം എടുത്തു. ക്ലിയർ ആയോ? കൊറേ ക്ലാസ് മിസ് ആയിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. മോക്ക് ടെസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. എന്നാലേ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയൊക്കെ വരണത്, ക്വസ്റ്റ്യൻ ടൈപ്പുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതൊന്ന് പറഞ്ഞു തരാമോ?
വിച്ച് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് റിസർച്ച്. അപ്പൊ അതിന്റെ ഉത്തരം ക്ലിനിക്കൽ മെഡിസിൻ എന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ പാഠത്തില് അതെനിക്ക് സംഭവം മനസ്സിലായില്ല. മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടോ? മോക്കത്തിനകത്തതെ വിച്ച് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് റിസർച്ച് എന്നാ. അപ്പൊ അതിനകത്ത് ഉത്തരം വന്നിരിക്കുന്നത് ക്ലിനിക്കൽ മെഡിസിൻ എന്നാണ് കേട്ടോ. ഏത് ടെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്? ഇതിനകത്താണ് ഏതിലാണ്? ഇത് ഇപ്പൊ നമ്മളിപ്പോ തീർത്ത പാഠത്തില് അറിയോ? 9ാമത്തെ പാഠം ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിനകത്ത് മോക്ക് ടെസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അല്ല, എത്രാം തീയതിയിലത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയോ? ഇതിന്റെ തീയതി അതറിയത്തില്ല മാം. അതിന് ഞാൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിന്റെ ഓരോ ക്വസ്റ്റ്യനുള്ള ഓപ്ഷൻസിന് നേരെ ഇത് പിന്നെ ഓപ്ഷൻ ടൈപ്പ് ആണല്ലോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് സബ്മിറ്റ് മാത്രം കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ടല്ലോ. ഇല്ല, അതിന്റെ അടിയിൽ തന്നെ എങ്ങനെയാണ് ആൻസർ വരാറില്ലേ? വരാറുണ്ട്, കറക്റ്റ് ആൻസർ പറഞ്ഞ് വരാറുണ്ട്. ഇവിടുത്തെ ടെക്നീഷ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് വ്യൂ എന്നുള്ള ചെയ്താലേ കാണുള്ളൂ കറക്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെ ജസ്റ്റ് അങ്ങനെ ചെയ്താൽ പോരെ, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മാം മോക്ക് ടെസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്യാം. എന്താണ് മോളെ? കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. പിന്നെ അതല്ല, ഈ ഇന്റേണൽ മാർക്ക് ഈ മോക്ക് ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടാണോ വരിക? അല്ല, ഇന്റേണൽസ് പിന്നെ എങ്ങനെയാ ചെയ്യാ? നിങ്ങൾ ചെയ്യണത് എക്സാം വൈസ് ആണെന്ന് തോന്നുന്നു. എക്സാം അറ്റൻഡ് ചെയ്യണതിന്റെ കാര്യങ്ങളൊക്കെ അല്ല, എക്സാമിന്റെ എക്സ്പ്ലനേഷനിൽ എക്സാം വേറെയും പിന്നെ ഇന്റേണൽ വേറെയും തന്നെ പറഞ്ഞല്ലോ. 160 മാർക്ക് ഇന്റേണൽ കണ്ടു. അത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഒരു ഡൗട്ട് ഉണ്ട്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ എഴുതുന്ന എക്സാം മാർക്കിന്റെ എല്ലാരും കൂടെ പറയും, ആരെങ്കിലും ഒരാൾ വെച്ച് പറയും, എന്നാ ക്ലിയർ ആവുള്ളൂ. ക്ലിയർ ആവുന്നില്ല, ഒരാൾ പറ. സുമി പറഞ്ഞോ. ഇപ്പൊ ആരല്ലേ പറയാനായിട്ട്? ഹലോ മാം, പറഞ്ഞോ. ഈ റെക്കോർഡഡ് ക്ലാസ് അന്നന്ന് ദിവസത്തത് അന്ന് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാല് പിന്നെ അത് കേട്ടെടുക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ പിറ്റേ ദിവസത്തെ ക്ലാസ്സും ഉണ്ടാവും. ഇതും കൂടി ഞാനൊരു ഹൗസ് വൈഫാണ്, അപ്പോൾ കേട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ക്ലാസ് തന്നെ 2 ക്ലാസ് മിസ്സായി. അതിൽ ഒരു ക്ലാസ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അപ്പൊ അന്നന്ന് ദിവസം തന്നെ ആണ് വെച്ചാൽ അന്ന് നൈറ്റിന് മുമ്പ് അത് കേട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്, ചെയ്യാനും സുഖം. പിറ്റേന്നാകുമ്പോൾ 2 ക്ലാസ് ചെയ്യുമ്പോൾ പിന്നെ നെറ്റിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഈ ഒരു 2 ക്ലാസ് കഴിയുമ്പോഴത്തേന് 2 GB നെറ്റ് തീരുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് വീണ്ടും ചെയ്ത് കാണുന്നത്. അപ്പൊ അന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അന്നത്തെ ആ ക്ലാസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും സൗകര്യമായിരുന്നു. മാം, അത് ഞാനും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഞാനൊരു ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് രാത്രി കിട്ടിയാല് അന്നത്തേത് അന്ന് രാത്രി. ഇതിപ്പം എനിക്ക് എന്തായാലും ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നേരെ പിറ്റേന്നാവുമ്പോ 2 ക്ലാസ് വന്ന് ആ 2 ക്ലാസ് ഒപ്പരം പെൻഡിങ് ആവുക. അപ്പൊ ഏത് സമയവും ഒരു ക്ലാസ് ഞാൻ കേൾക്കാത്തതുണ്ടാവും. കിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങള്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മിസ്സിനോട് ഇങ്ങനെ അന്നു തന്നെ കിട്ടാൻ അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷെ അത് ഇവിടെ അങ്ങനെ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം റെക്കോർഡ് ക്ലാസ് കൊടുക്കാൻ പറ്റുള്ളൂ, റെക്കോർഡായിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ കൂടി ചോദിച്ചു നോക്കാം, നിങ്ങളുടെ ആവശ്യം പറഞ്ഞു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരപ്പൊ പറഞ്ഞത് പിറ്റേ ദിവസത്തേക്ക് അത് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടാ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എത്രാമത്തെ ചാപ്റ്റർ ആണ്? 9. ക്ലാസ് നോക്കാം. 5 ആണ്. 5. മാം, ഫസ്റ്റ് മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പറയോ? എല്ലാം ഞാൻ എടുത്ത ചാപ്റ്റർ പറയാം. മാം എടുത്തത് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ സിസ്റ്റം, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് എന്തെങ്കിലും? ക്ലിയർ ആണ്. ഓക്കെ മാം, താങ്ക്സ്. ഒരൊറ്റ ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ. പറഞ്ഞോ.
ഈ മൊഡ്യൂൾ 1ഉം 2ഉം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണോ മൊഡ്യൂൾ 3ഉം 4ഉം സ്റ്റാർട്ട് ചെയ്യുള്ളൂ? എടുക്കുള്ളൂ. എന്താ വെച്ചാല് ഞാൻ ഇതില് അവിടുന്ന് ബുക്ക് വാങ്ങിച്ചില്ല, പ്രിന്റ് എടുത്തതായിരുന്നു. അപ്പൊ ഞാൻ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞത് ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ടിന്റെ മാറ്റം വരുന്നു പറഞ്ഞു. പക്ഷെ അത് 3ഉം 4ഉം കിട്ടാത്ത കാരണം അവര് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞ എന്താ വെച്ചാല് ഈ 1ഉം 2ഉം എടുത്തു കഴിഞ്ഞതിന് ശേഷമേ 3ഉം 4ഉം അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ബുക്കിന് നമ്മൾ അവിടെ അപേക്ഷിച്ചവർക്ക് എല്ലാവർക്കും 3ഉം 4ഉം അവർ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മാം ഒന്ന് പറയൂ, കാരണം നമുക്ക് ഒരു 1-2 രൂപേന്റെ മാറ്റം ഉണ്ടാവുന്നത് അത് വലിയൊരു മാറ്റം തന്നെ ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും തന്നെ എന്താണ് വെറുതെ കാശ് കിട്ടൂലല്ലോ നമ്മൾക്ക്. ഞാനിവിടെ പറഞ്ഞു നോക്കാം കേട്ടോ. ഓ ശരി, ആയിക്കോട്ടെ. ക്ലാസ് തുടങ്ങിക്കോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, ചോദിച്ചു നോക്കട്ടെ. What are the services of OPD? What are the services of OPD? ബിന്ദു എന്ന് പറഞ്ഞേ. ബിന്ദു, what are the services of OPD? ആരുമില്ലേ പറയാനായിട്ട്? ഗംഗ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നോ? കണ്ടില്ലല്ലോ ഇന്നലെ. ഷഹീന ഒന്ന് പറഞ്ഞേ. ഷഹീന, വാട്ട് ആർ ദ സർഫ്? മ്യൂട്ടാണോ? ഓക്കെ ഓക്കെ. ആ പറഞ്ഞേ. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ. ഇന്റർവെൻഷൻ എന്താണ്? അതിൽ ഇന്റർവെൻഷൻ എന്തായിരുന്നു? രോഗങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുക. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD? ഫാത്തിമ, ഫാത്തിമ എന്ന് പറഞ്ഞേ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD? ഫാത്തിമിണ്ട? ഓക്കെ, ഞാൻ ചോദിച്ചതാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടില്ലല്ലോ. ആൻസർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അശ്വതി, അശ്വതി അജീഷ്. Providing quality of care, modern techniques for investigation and treatment, പിന്നെ facilities for total patient satisfaction, good public relations. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എളുപ്പമല്ലേ ഇത് പഠിക്കാനായിട്ട്? നെക്സ്റ്റ് നോക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം കേട്ടോ. നമുക്ക് മ്യൂട്ട് ചെയ്യണേ മിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇനി നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്കോപ്പ് ഓഫ് OPD. എന്തൊക്കെയാണ് OPDയുടെ സ്കോപ്പുകൾ എന്ന് നോക്കാം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കോപ്പ് എന്താണ്? സ്കോപ്പ് നേട്ടങ്ങൾ അല്ലെ? എന്തൊക്കെയാണ് OPDയുടെ നേട്ടങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, ദിസ് scope of OPD includes the following. First എന്താണ്? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസസ്. അറിയാവുന്ന കാര്യങ്ങളല്ലേ?
കൺസൾട്ടേഷൻ എന്താണെന്ന് അറിയാം, ഡോക്ടറെ കാണുന്നത് അല്ലെ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ ഉൾപ്പെടും അതിനകത്ത്? ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ, ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ് അല്ലെ, പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉൾപ്പെടും. പിന്നെ എന്താണ് പ്രൊസീജിയർ അല്ലെ, അവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്. പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി സർവീസുകളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ അല്ലെ, ഫസ്റ്റത്തെ സ്കോപ്പ് അതാണ്. ഇനി രണ്ടാമത്തത് എന്താണ്? പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ അല്ലെ. എന്താണ്? ഹെൽത്ത് കെയറിനെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെ. രോഗികൾക്ക് എന്താണ്? ഒരു ബെറ്റർ ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്? പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തടയൽ അല്ലെ. രോഗങ്ങൾ ഉണ്ടാവുന്നത് തടയാനും അതുവഴി എന്താണ്? ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ ഏതാണ്? ഔട്ട് പേഷ്യന്റ് കേട്ടോ. അപ്പൊ ഏറെ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ്. അപ്പൊ എന്താണ്? ഇൻക്ലൂഡ്സ് ഹെൽത്ത് കെയർ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ്സ് ഡയബറ്റിക്സ് ആൻഡ് ആന്റിനേറ്റൽ. എന്താണത്? ഡയബറ്റിക്സ് അല്ലെ. എന്താണ്? പ്രമേഹ രോഗികൾക്കായാലും അവർക്ക് എന്താണ്? സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ ബ്ലഡ് ചെക്ക് ചെയ്യലും അതെന്താണ് പിന്നീട് എന്തെങ്കിലും പ്രമേഹത്തിന്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ അത് പറഞ്ഞു കൊടുക്കല്. പറഞ്ഞില്ലേ അത് മിസ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? അവർക്ക് എന്താണ്? ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നത്. പിന്നെന്താണ്? ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആന്റിനേറ്റൽ എന്തായിരിക്കാം? പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ. എന്താണ്? ഗർഭിണിയുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ചിട്ടുള്ള. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംബന്ധിച്ച. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ എന്താണ്? അങ്ങനെ ഗർഭിണികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകള് അല്ലെ, അങ്ങനെയുള്ള അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? റീഹാബിലിറ്റേഷൻ സർവീസസ് അല്ലെ, പുനരധിവാസ സേവനങ്ങൾ. ഇപ്പൊ ഫിസിയോതെറാപ്പി, ഇപ്പൊ ഒരു സ്ട്രോക്ക് വന്ന ആള്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? സ്ട്രോക്ക് വന്ന ആള് ഇപ്പോ കൈയും കാലും ഒരു വശം തളർന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഫിസിയോതെറാപ്പി ഒക്കെ വഴി പുനർജീവിതത്തിലേക്ക് നോർമൽ ലൈഫിലേക്ക് എത്തിക്കുന്നതാണ് റീഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയാലോ? എന്താണ്? കൊറോണ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ്? കൊറോണ ടൈമിലൊക്കെ നമ്മൾക്ക് എന്താണ് ഒരു നോട്ടീസുകൾ അല്ലെങ്കിൽ ബ്രോഷറുകൾ അല്ലെ, നോട്ടീസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓരോ വാളില് ഹോസ്പിറ്റലിന്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? കൈ കഴുകണം, മാസ്ക് ധരിക്കണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെന്താണ്? ഡോക്ടറെ കാണുന്ന, ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അയാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് OPDയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? രോഗം വരാതിരിക്കാനുള്ള നടപടികൾ, അതുപോലെ തന്നെ എന്താണ്? ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? റീഹാബിലിറ്റേഷൻ സർവീസസുകൾ അല്ലെ, പുനർജീവിതത്തിലേക്ക് ഒരാളെ നോർമൽ ലൈഫിലേക്ക് നയിക്കാനുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും രോഗികൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? 4 പോയിന്റുകളും ഓക്കെ അല്ലേ? ഇനി എന്താണ്? ലൊക്കേഷൻ ഓഫ് OPD. എന്താണ് ലൊക്കേഷൻ അല്ലെ? OPDയുടെ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? ഓൺ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എല്ലാവർക്കും, റേഡിയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ. എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഈ OPDയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ്? സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്? ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. എന്താണ് പറയുന്നത്? ഇതെന്താണ്? IPDയും OPDയും കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. ചിലപ്പോ എന്താണ്? ഒരു രോഗി OP ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഡോക്ടർ പറയണത് നിങ്ങളെ കിടത്തേണ്ടി വരും, അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ
കിടത്തി ചികിത്സിക്കേണ്ടി വരും. അപ്പൊ എന്താണ്, ഒ പി ഡിയും ഐ പി ഡിയും കണക്ട് ചെയ്തിട്ടായിരിക്കും അതിന്റെ ലൊക്കേഷൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ എന്താണ്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസും ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രോഗനിർണയം, അല്ലെ? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയം, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ്റേ, അല്ലെ? ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ, അങ്ങനെ ടെസ്റ്റുകൾക്കും അവിടെ എന്താണ് ഫെസിലിറ്റീസ്, അല്ലെ? അല്ലെങ്കിൽ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സർവീസുകളും അവിടെ എന്താണ് ഒ പി ഡി ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒ പി ഡിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ. എന്താണ് പറയുന്നത്, ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെ? നമ്മൾ ഒ പി ഡി പോകുമ്പോ എങ്ങനെയാണ്, നിങ്ങൾ വന്ന് ടോക്കൺ എടുക്കുന്നു, ഒ പി ചീട്ട് എടുക്കുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ടേഷൻ നടത്തുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, മരുന്ന് വാങ്ങിക്കാനായിട്ട് ടോക്കൺ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള സ്ട്രക്ചറിലായിരിക്കും ഈ ഒ പി ഡി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ക്ലിയർ ആയോ യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞത്? ഓക്കെ. പിന്നെന്താണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, അല്ലെ? എന്താണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ വികാസം അല്ലെങ്കിൽ വിസ്തൃതി, അല്ലെ? അപ്പൊ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും എന്തുണ്ട് ഈ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒ പി ലൊക്കേഷൻ ഓഫ് ഒ പി ഡിയിൽ ഉണ്ട്, അല്ലെ? എന്താണ് സ്പാൻ ഓഫ് എക്സ്പാൻഷൻ, എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വിസ്തൃതി ഉണ്ട്, കുറെ അധികം ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്നാണ് ആ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷനിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, വിപുലീകരണം കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്, നമ്മൾ 4 കാര്യങ്ങളാണ് ലൊക്കേഷൻ ഓഫ് ഒ പി ഡിയിൽ പഠിച്ചത്, അല്ലെ? അതിന് എന്താണ് പറഞ്ഞത് ആദ്യം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഈ ഒ പി ഡിയുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താണ്, ഐ പി ഡിയും ഒ പി ഡിയും എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. പിന്നെ എന്താണ്, ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെ? നമ്മൾ ഒ പി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ എന്താണ്, ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആയിരിക്കും അതിന്റെ സർവീസ് നടത്തുന്നത്. ആ സ്ട്രക്ചർ പറയണോ മിസ്? വേണ്ട കാര്യമില്ലല്ലോ, പറയണോ ഒന്നുകൂടി സ്ട്രക്ചർ? ഓക്കെ. പിന്നെന്താണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, വിപുലീകരണം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താണ്, ഡിഫറെന്റ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ഏരിയാസ് ഓഫ് ഒ പി ഡി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റ് ഏരിയ. സെക്കൻഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആൻഡ് തേർഡ് വൺ ഈസ് ക്ലിനിക്കൽ ഏരിയ. എന്താണ്, പേഷ്യന്റ് ഏരിയാസിൽ എന്തൊക്കെ ഉണ്ടാവും? എൻട്രൻസ് ഉണ്ടാവും, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, അല്ലെ? റെക്കോർഡ് റൂമുകള്, വെയിറ്റിംഗ് ഏരിയാസ്. വെയിറ്റിംഗ് ഏരിയ എന്നാണ് കേട്ടോ അത്, വെയിറ്റിംഗ് ഏരിയ എന്നാക്കണേ. വെയിറ്റിംഗ് ഏരിയാസ്, അതുപോലെ സ്നാക്ക് ബാസ്, പിന്നെന്താണ് ATM മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഷ്യന്റ് ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അല്ലെ? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ഉണ്ടാവും, അതുപോലെ എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, അല്ലെ? ക്യാഷ് കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെന്താണ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ് ക്ലിനിക്കൽ ഏരിയ. എന്താണ് ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ, ഡോക്ടറെ കാണുന്നത്, അല്ലെ? ആ ഏരിയാസ്. പിന്നെന്താണ് രോഗിയെ കിടത്തുന്ന റൂം ഉണ്ടാവും. കിടത്തി ഇപ്പൊ വയറൊക്കെ പരിശോധിക്കണമെങ്കിൽ അവിടെ കിടത്തി നോക്കുന്ന ആ റൂമിനെയാണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഡ്രസ്സിംഗ് റൂമുകൾ ഉണ്ടാവും, അല്ലെ? പിന്നെ എന്താണ് ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ, അതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയാസിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയ ഏരിയാസ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാവുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കട്ടാ.
ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണ് ക്ലയൻസ് എന്ന് പറയുന്നത്? പേഷ്യൻസിനെ. ഓക്കെ. അപ്പൊ എന്താണ് ഫ്ലോ ചാർട്ട് നോക്കാം. OPD സർവീസുകൾ എങ്ങനെയാണ് OPD പ്രൊസീജിയർ പോണേന്ന് നോക്കാം. എന്താണ് ആദ്യം എൻക്വയറി അല്ലെ? എൻക്വയറി ഉണ്ടാവും. അവിടെ പോയിട്ട് എന്ത് ചെയ്യും? നമ്മൾ രജിസ്റ്റർ ചെയ്യും അല്ലെ? പിന്നെ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ വെയിറ്റിംഗ് ഹാൾ ഉണ്ടാവും. അവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ എന്താണ് കൺസൾട്ടേഷൻ റൂം ഉണ്ടാവും. നമ്മൾ ഡോക്ടറെ പോയി കണ്ടു. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. എന്തെങ്കിലും ബ്ലഡോ യൂറിൻ ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫെസിലിറ്റീസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫാർമസിയിലേക്ക് പോകും അല്ലെ? മരുന്നുകളൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ മരുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഫ്ലോ ചാർട്ട് കേട്ടോ. മനസ്സിലായോ? ഫസ്റ്റ് എൻക്വയറി, പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടറെ കാണുന്നു. ഡോക്ടർ അപ്പൊ പറയുന്നു എന്ത്? ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് നടത്തുന്നു. അതിനുശേഷം ഡോക്ടറെ കണ്ടിട്ട് ഫാർമസിയിലേക്ക് പോകുന്നു. മരുന്ന് വാങ്ങിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എക്സിറ്റ് ആവുന്നു. ക്ലിയർ അല്ല ഫ്ലോ ചാർട്ട്? ഓക്കെ. ഇനി എന്താണ് എക്യുപ്മെന്റ്സ്? എന്താണ് എക്യുപ്മെന്റ്സ്? എക്യുപ്മെന്റ്സ് എന്താ? മെഷീൻസ് അല്ലെ? ഉപകരണങ്ങൾ അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ ഏരിയാസിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക് ഏരിയ, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് ഡയഗ്നോസ്റ്റിക്കിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? BP അപ്പാരറ്റസ്. എന്താണ് BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്തായിരിക്കാം BP അപ്പാരറ്റസ്? എന്തായിരിക്കാം? BP എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ചെക്ക് ചെയ്യണത് അല്ലെ? അതിനുള്ള ഉപകരണമാണ് എന്ത്? BP അപ്പാരറ്റസ്. അറിയാത്തവര് എഴുതി വെക്കണം കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ കോളത്തിലുള്ളതും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ ഡയഗ്നോസ്റ്റിക്കില് ഫസ്റ്റ് വന്നതാണ് BP അപ്പാരറ്റസ്. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണ ആ എക്യുപ്മെന്റിനെ പറയുന്നതാണ് BP അപ്പാരറ്റസ്. ഇനി എന്താണ് എൻഡോസ്കോപ്പ്? അതറിയാലോ എല്ലാവർക്കും. എൻഡോസ്കോപ്പ്. ഓക്കെ. പിന്നെന്താണ് പോർട്ടബിൾ എക്സ്റേ? സ്റ്റൊമക്കിന്റെ ഒക്കെ എൻഡോസ്കോപ്പ് എന്താണ്? വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വായയിലൂടെ ആ കുടൽ കടത്തി വിട്ടിട്ട് ചെക്ക് ചെയ്യണത് കേട്ടോ. പിന്നെന്താണ് പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീനിങ്? എക്സ്റേ എടുക്കുന്നതാണ്. ആ ഉപകരണമാണ്. ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ നോക്കാം. ആരാ ചെയ്തേക്കണത്? അത് ചെറുപ്പത്തില് മൊട്ടുസൂചി വയറ്റിപ്പോയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ചെയ്തതാ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് എന്താ മറ്റേ ഇവിടെയായിരുന്നു കോലഞ്ചേരി. അവിടുന്ന് രാത്രി 12 മണിക്ക് എടുത്തത്. എത്ര വയസ്സുള്ള? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുട്ടുസൂചി അങ്ങനെ വായിപ്പോയി. അപ്പൊ നല്ല ബോധം ഉണ്ടല്ലോ ആ ടൈമിൽ. പിന്നെ എന്ത് പറ്റി? അത് മറ്റേ ഷാളി കുത്തണിയാണ്. ഷാള് വായിൽ വെച്ച് കുത്തിയതാ. ഓക്കെ. എല്ലാരും കേട്ടാ? കുട്ടികളൊക്കെ നോക്കിക്കോട്ടാ. നിങ്ങളെ മക്കളൊക്കെ ശ്രദ്ധിച്ചോ? ഓക്കെ. ഓക്കെ. അപ്പൊ എൻഡോസ്കോപ്പി കഴിഞ്ഞു. എന്താണ് പോർട്ടബിൾ എക്സ്റേ? പോർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോർട്ടബിൾ മൂവ് ചെയ്യാൻ പറ്റുള്ളത് കേട്ടാ. മൂവബിൾ. മൂവബിൾ ട്ടാ. പോർട്ടബിളിന്റെ അർത്ഥം മൂവബിൾ.
ഓക്കെ, എന്താണ് നമ്മൾ എക്സ്റേ എടുക്കാനായിട്ട് അവരുടെ അടുത്തോട്ട് പോകണ്ട, അവര് വന്നിട്ട് നമ്മൾക്ക് എക്സ്റേ എടുത്തിട്ട് പോകും. അപ്പൊ കൈയുടെ എക്സ്റേ എടുക്കണം എന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ അടുത്ത് വന്നിട്ട് എക്സ്റേ എടുത്തിട്ട് അവര് പോകും. അങ്ങനെയുള്ള ആ മൂവബിൾ എക്സ്റേ എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് എന്ത് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. വീട്ടിൽ വന്ന് അല്ലെ, വീട്ടിലൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടോ? പോർട്ടബിൾ എക്സ്റേ എടുത്തവരുണ്ടോ? ഉണ്ടോ? ഇല്ല, ആരും എടുത്തിട്ടില്ല. അപ്പൊ അതാണ് മൂവബിൾ എക്സ്റേ ആണ്. വൃന്ദ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? വൃന്ദ പോയാ? വൃന്ദ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇനി എന്താണ് പോർട്ടബിൾ USG? അച്ഛമ്മയ്ക്ക് ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ വൃന്ദ എങ്ങനെയും ചെയ്യണേന്നുള്ളത്? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? അറിയോ? ആ, വൃന്ദ പറഞ്ഞു തരും കേട്ടാ പോർട്ടബിൾ എക്സ്റേ എങ്ങനെ ചെയ്യണേന്ന്. ആ, പറഞ്ഞോ മോളെ. അല്ല മാം, എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചത് അത് തന്നെയാണോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ ഓക്കെ. അച്ഛമ്മയ്ക്ക് ചെയ്തത് കണ്ടിട്ടില്ല അപ്പൊ മോള്? അച്ഛമ്മയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതാണ് മിസ് പറഞ്ഞത്. അത് ചെയ്തത് കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞത്, അതെങ്ങനെയാണ് ചെയ്യണേന്ന് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. പോർട്ടബിൾ എക്സ്റേ ആണോ ചെയ്തത്? മാം, ഒരുപാട് എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് ഈ നെഞ്ചിലൊക്കെ വെച്ചിട്ട് അത് തന്നെയല്ലേ അവരപ്പൊ തന്നെ എടുത്ത് ECG അത് തന്നെയാണോ? അപ്പൊ തന്നെ റിപ്പോർട്ട് കിട്ടുന്നത്? അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പോർട്ടബിൾ USG. എന്താണ് USG? USG എന്താ? അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെ, നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വയറിന് എന്തെങ്കിലും സ്കാൻ ഒക്കെ ചെയ്തവരുണ്ടോ അൾട്രാസൗണ്ട്? അപ്പൊ അങ്ങനെയുള്ള എന്താണ് മൂവബിൾ ആയിട്ടുള്ള എന്താണ് USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ സോണോഗ്രഫി. എഴുതി വെച്ചോട്ടാ, USG അൾട്രാ സോണോഗ്രഫി. അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യില്ലേ, അതാണ് ട്ടാ അൾട്രാ സോണോഗ്രഫി. USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ സോണോഗ്രഫി. പിന്നെ എക്കോ നിങ്ങൾക്ക് അറിയാലോ? എക്കോ കാർഡിയോ ചെക്കപ്പ് ചെയ്യണേന് കേട്ടോ. എക്കോ കാർഡിയോഗ്രാം. എക്കോ ഞാൻ പറയുന്നത് എക്കോ കാർഡിയോഗ്രാം എന്നാണ് കേട്ടോ. ഓക്കെ, എന്താണ് തെറാപ്യൂട്ടിക്കൽ എന്തൊക്കെയാണ്? തെറാപ്യൂട്ടിക്കൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെബുലൈസർ. അറിയില്ലേ അത്? നെബുലൈസർ അറിയാം. എന്തിനാണ് യൂസ് ചെയ്യുന്നത് നെബുലൈസേഷൻ? ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെ, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. നെബുലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ശ്വാസതടസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് നെബുലൈസർ. കഫക്കെട്ട് അല്ലെ, അതിനൊക്കെ യൂസ് ചെയ്യും നെബുലൈസർ. എഴുതി വെച്ചോ. ലാരംഗിസ്കോപ്പ്. എന്താണത്? ലാരംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ലാരംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് മിസ് പറയാം കേട്ടോ. എന്താണ് ഈ തൊണ്ടയിലൊക്കെ മുഴകളൊക്കെ ഉണ്ടാവില്ലേ? ക്യാൻസറിന്റെ മുഴകളല്ലാതെ തന്നെ, ക്യാൻസറിന്റെ മുഴകളല്ല, വേറെ തരത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടാവുമ്പോ അത് ചെക്ക് ചെയ്യാനായിട്ടാണ് എന്ത് ലാരംഗോസ്കോപ്പി ചെയ്യുന്നത്.
ലാരംഗോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഉപകരണം യൂസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്താണ്? ENT ഓർ ഗ്യാസ്ട്രോ ആയിരിക്കും. ENT ഓർ ഗ്യാസ്ട്രോ ആയിരിക്കും ഇത് ചെക്ക് ചെയ്യുന്നത്. എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇപ്പൊ തൊണ്ടയില് മുഴകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട്, അത് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ക്യാൻസറിന്റെ മുഴകളല്ല കേട്ടോ, അല്ലാതെയുള്ള മുഴകളാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാരംഗോസ്കോപ്പി ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ENT ആയിരിക്കും. ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ വായയിലോട്ട് ഒരു സ്പ്രേ അടിക്കും. അതെന്താണ്, ഒരു ഇങ്ങനെ മരവിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അനസ്തേഷ്യ ചെയ്യില്ലേ, അങ്ങനെയല്ല, എന്നാലും അത് പറയണേ. അനസ്തേഷ്യ ഒക്കെ ചെയ്യുമ്പോൾ മരവിക്കുകളൊന്നും അറിയില്ലല്ലോ, ആ സാധനം കയറ്റുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്പ്രേ അടിക്കും നമ്മുടെ വായയിലോട്ട്. പിന്നീട് എന്ത് ചെയ്യും, ആ എക്യുപ്മെന്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ തൊണ്ടയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പോർട്ടബിളിന്റെ കാര്യം പറയണോ? പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ. നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ എക്സ്റേ എടുത്ത് പോകും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് വന്നിട്ട് എക്സ്റേ എടുത്ത് പോകും. അതാണ് ഈ പോർട്ടബിൾ USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? USG അൾട്രാസോണോഗ്രഫി. അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യില്ലേ, അതിനെ പറയുന്നതാണ് അൾട്രാസോണോഗ്രഫി. ലാരംഗോസ്കോപ്പ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി പറയണോ ലാരംഗോസ്കോപ്പ്? മനസ്സിലായില്ല? അക്ഷയ്ക്ക് മനസ്സിലായില്ലേ? ലാരംഗോസ്കോപ്പ് ഒന്നുകൂടി പറയാം. നമ്മുടെ വായയിലുള്ള മുഴകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ലാരംഗോസ്കോപ്പി ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ENT ആയിരിക്കും ഈ പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായിലേക്ക് ഒരു സ്പ്രേ അടിക്കും. സ്പ്രേ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ വായ എന്ത് ചെയ്യും, മരവിക്കും. മരവിച്ച് കഴിയുമ്പോൾ ഈ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഈ മെഷീൻ എന്ത് ചെയ്യും, ഇങ്ങനെ കടത്തിയിട്ട് നമ്മൾക്ക് സ്ക്രീനിൽ, കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ വായിൽ, എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ മുഴകളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ലാരംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് ബ്രാഞ്ചോസ്കോപ്പ്? ബ്രോഞ്ചോസ്കോപ്പ് ആണ് കേട്ടോ. ബ്രോഞ്ചോസ്കോപ്പ് എന്താണത്? ഇതായിരിക്കാം. നമുക്ക് എന്താണ്, കഫക്കെട്ട് അല്ലെങ്കിൽ ന്യൂമോണിയ ഒക്കെ ഉണ്ടാവുമ്പോ എന്താണ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിഷൻ കടത്തി വിടുന്നു അല്ലെ. അങ്ങനെ മിഷൻ കടത്തി വിട്ടിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അത് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ്. ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ എന്താണ്, പൾമണോളജിസ്റ്റ് ആയിരിക്കാം ഈ പ്രോസസ്സ് ചെയ്യുന്നത്. കഫം, ന്യൂമോണിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ ബ്രോഞ്ചോസ്കോപ്പ് ചെയ്യുന്നത്. അത് ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കാം. ക്ലിയർ ആയോ? ഓക്കെ അല്ലെ. ഇനി എന്താണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൾസ് ഓക്സിമീറ്റർ അറിയാലോ. പൾസ് ഓക്സിമീറ്റർ പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ ഫിംഗറിൽ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിട്ട് അല്ലെ, ആ മെഷീൻ അറ്റാച്ച് ചെയ്തിട്ട് പൾസ് ചെക്ക് ചെയ്യും. ഇനി കാർഡിയാക് മോണിറ്റർ അറിയാലോ. ECG മെഷീൻ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള മോണിറ്ററിംഗ് മെഷീൻസുകളാണ് ECG മെഷീൻസ്. പിന്നെ കാർഡിയാക് മോണിറ്റർ ഒക്കെ എന്താണ്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ്? IV സെറ്റ്. എന്താണ് IV സെറ്റ്? IV കാനുല എന്ന് കേട്ടിട്ടുണ്ടോ? കാനുല. വന്ദന മിസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങളോട് കാനുലയുടെ കാര്യം. IV കാനുല കേട്ടിട്ടില്ലേ?
എന്താണ് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആണ് അല്ലെ, അത് നമ്മളെ വെയിനിൽ കൂടി കടത്തി വിട്ടിട്ട് ടെസ്റ്റ് ചെയ്യണത് അല്ലെ. ക്ലിയർ അല്ലേ? അതറിയാം നിങ്ങൾക്ക്. പിന്നെന്താണ് ട്രാൻജോസ്റ്റമി? എന്താ ട്രാൻജോസ്റ്റമി? ട്രാൻജോസ്റ്റമി ശ്വസനനാള ശാസ്ത്രക്രിയ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. ട്രാൻജോസ്റ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനനാള ശാസ്ത്രക്രിയക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്, അതിനാണ് ട്രാൻജോസ്റ്റമി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി? ട്രോളി കണ്ടിട്ടില്ലേ? നമ്മൾ എന്തിക്കൊണ്ടാണ് കണ്ടിട്ടില്ലേ? അതാണ് ഇൻസ്ട്രുമെന്റിൽ വരുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇൻസ്ട്രുമെന്റിൽ വരുന്നത്. മോണിറ്ററിംഗ് സെക്ഷൻ അറിയാലോ, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് 3 കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക്കിലും 3 കാര്യങ്ങളുണ്ട്. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് 5 കാര്യങ്ങളാണ്, 5 എക്യുപ്മെന്റ്സ് ആണ്. ട്രാൻജോസ്റ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനനാള ശാസ്ത്രക്രിയക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി എന്താണ് ഫങ്ഷൻസ് ഓഫ് OPD? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് OPD-യിലുള്ളത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. എന്താണ് പറയുന്നത്? ഒരു എമർജൻസി ആയിട്ടുള്ള ആൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ഡയഗ്നോസിസ് അല്ലെ, രോഗം നിർണ്ണയിക്കുക. അതുപോലെ എന്താണ് ക്യൂറേറ്റീവ് ആയിട്ടുള്ളതും പ്രതിരോധാത്മകമായതും അല്ലെ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തടയുന്നത്. പിന്നെ എന്താണ് റീഹാബിലിറ്റേറ്റീവ് സർവീസസുകളും എന്ത് കൊടുക്കുന്നുണ്ട്? OPD സെക്ഷൻ അല്ലെങ്കിൽ OPD സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ തന്നെയല്ലേ, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ആദ്യം മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി എന്താണ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലൻസറി ബേസിസ്? എന്താണ് നമ്മൾ ഇഫക്റ്റീവ് ആയിട്ടല്ലേ, നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? രോഗികൾക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ടെസ്റ്റുകൾ അല്ലെ, ഓരോ പരിശോധനകൾ നടത്തുന്നില്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ അല്ലെ. ഓരോ ടെസ്റ്റുകൾ നടത്തുന്നതിനെയാണ് സ്ക്രീനിങ്, പരിശോധന. ക്ലിയർ ആണോ? പിന്നെന്താണ് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. നമ്മൾ അഡ്മിറ്റ് ആവുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയതിനു ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇതാണ് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 45 ദിവസം കഴിയുമ്പോൾ വന്ന് കാണാൻ പറയാറില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്റ്റിച്ചിങ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ചെക്കപ്പ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഇപ്പൊ ഡെലിവറി മാത്രമല്ല കേട്ടോ, അത് മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും എന്താണ് അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്? അവര് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, രോഗം വരാതിരിക്കാനുള്ള നടപടികളും എന്ത് സ്വീകരിക്കുന്നുണ്ട്? OPD ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നുണ്ട് അല്ലെ. ഓരോ രോഗികൾക്കും എന്താണ് രോഗം വരുന്നതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്, അപ്പൊ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ അതാണ് അവിടെ പറയുന്നത് റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. പിന്നെ എന്താണ് പ്രമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മ ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്. വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ഫങ്ഷൻസ്? ഓക്കെ. പിന്നെന്താണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അല്ലെ. ഫസ്റ്റത്തെ ഹെൽത്ത് ആക്ടിവിറ്റി നോക്കാം. വെൽ ബേബി ക്ലിനിക്. എന്താണ്? ബേബികൾക്ക് ക്ലിനിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ANC മാരേജ് കൗൺസിലിംഗ്
പ്ലാന്റ് പാരന്റ്ഹുഡ് എക്സിട്ര. എന്താണ് ANC എന്ന് പറഞ്ഞാല്? ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ANC എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിനേറ്റൽ കെയർ. ANCയുടെ ഫുൾ ഫോം ആണ് കേട്ടോ, ആന്റിനേറ്റൽ കെയർ. എഴുതി വെച്ചോ, അറിയാത്തവർ എഴുതി വെച്ചോ. അപ്പൊ എന്താണ്? ഗർഭിണികൾക്ക് ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗർഭിണികളുടെ ആരോഗ്യത്തെ കുറിച്ചും സുരക്ഷയെ കുറിച്ചും ഒക്കെ എന്താണ് ബോധവാന്മാരാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്ലാന്റ് പാരന്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പന്മാരാവണവരും അതുപോലെ തന്നെ മാതൃത്വം പിതൃത്വം എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് അമ്മമാരാകാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ അച്ഛന്മാരാകാൻ പോകുന്നവർക്കുമുള്ള അല്ലെ ക്ലാസ്സുകൾ അവരെ ബോധവാന്മാരാക്കുന്നുണ്ട്, ബോധവൽക്കരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ബോധവാന്മാരാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗർഭിണികളായവർക്കും എന്താണ് അവരുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്? എന്താണ് പറയുന്നത്? സ്കൂളിലത്തെ കാര്യങ്ങള് എന്തായിരിക്കാം? സ്കൂളിലെ ക്ലാസ്സുകള്. പിന്നെ എന്താണ് നമ്മളൊക്കെ പഠിച്ചോണ്ട് ഇപ്പോഴും ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താണ് ഈ ചെവിക്ക് പരിശോധന, കണ്ണ് പരിശോധിക്കാനൊക്കെ ഡോക്ടർ വരാറുണ്ട് അല്ലെ. അതിനുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട്. കേട്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ് ഓരോ കുട്ടികൾക്കും അപ്പൊ എന്താണ് ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ ചെവിക്ക് കേൾവി കുറവുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഡോക്ടർ വന്നിട്ട് ടീച്ചറോട് ഇൻഫോം ചെയ്യും. അപ്പൊ എന്തായാലും ഈ ടീച്ചർ പാരന്റ്സിനോട് ഇൻഫോം ചെയ്തിട്ട് പാരന്റ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്കൂൾ ഹെൽത്ത് ക്ലിനിക് സ്കൂളിൽ എന്ത് ചെയ്യുന്നു? കണ്ണ് പരിശോധന, അതുപോലെ ചെവിയുടെ കേൾവി ശക്തി പരിശോധനയ്ക്കൊക്കെ ഓരോ ക്യാമ്പുകൾ വെക്കും. അങ്ങനെയുള്ള ക്യാമ്പുകളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസുകളും സ്കൂളില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിൽ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ അത്? പിന്നെ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ? പത്തിലൊക്കെ ചെയ്യാറുണ്ട്, 5ാം ക്ലാസ്സിൽ വരാറുണ്ട് വാക്സിനേഷൻ ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, സാംക്രമിക രോഗങ്ങൾ അല്ലെ. അത് വരുന്നത് കൊറോണ, നിപ്പ അല്ലെ. കൊറോണയൊക്കെ വരുന്നത് തടയാനായിട്ടുള്ള അല്ലെ മെഷേഴ്സ് എടുക്കുക അല്ലെ. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അറിയാത്തവർ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചോട്ടാ കൊറോണ. ഇനി എന്താണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ ആൻഡ് TB. എന്താണ്? എന്തായിരിക്കാം? അതെന്തായിരിക്കാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏർലി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? സിംറ്റംസ് അല്ലെ. നമ്മൾ എന്താണ് ആദ്യം കാണുന്ന ലക്ഷണങ്ങൾ അല്ലെ. ആദ്യം രോഗം നിർണ്ണയിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ ഈ TBയും ക്യാൻസറും ഒക്കെ എന്ത് ചെയ്യാം? ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പൊ ക്യാൻസർ ഒക്കെ ഫസ്റ്റ് സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്താണ് അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ആ രോഗം പൂർണ്ണമായിട്ടും ഭേദമാക്കാനായിട്ട് കഴിയുമെന്നാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. ക്ലിയർ അല്ലേ ആ പോയിന്റ്? പിന്നെന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, റിഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. എന്താണ് പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷണൽ അഡ്വൈസുകൾ അല്ലെ. ഓരോ രോഗികൾക്കും എങ്ങനത്തെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, ന്യൂട്രീഷൻ ഫുഡ് കഴിക്കണോ, അങ്ങനെയുള്ള. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പൊണ്ണത്തടി വന്നു, ഭയങ്കര വണ്ണം വെച്ചപ്പോ എന്താണ് കുട്ടിക്ക് എന്താണ് നടക്കാൻ പറ്റാത്ത അവസ്ഥ, തണ്ടൽ വേദന, കാലുവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോ പറഞ്ഞു എന്താണ് അല്ലെ വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കണേ? ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പൊ ഇങ്ങനെയുള്ള ഫുഡുകൾ ക്രമീകരിക്കണം, ഇങ്ങനെയുള്ള ഫുഡുകൾ വേണം കഴിക്കാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെന്താണ്
ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹാൻഡിക്യാപ്ഡ്? അംഗവൈകല്യമുള്ള ആൾക്കാര്. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്ട്രോക്ക് വന്ന ആൾക്കാര് അല്ലെ, സ്ട്രോക്ക് വന്ന ആൾക്കാർക്കൊക്കെ എന്താണ് അത് റീഹാബിലിറ്റേഷൻ സർവീസുകൾ കൊടുത്തിട്ട് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവര് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ ആ പോയിന്റ്? 4ാമത്തെ പോയിന്റ് എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. മനസ്സിലായില്ലേ? എന്താണ്? സാംക്രമിക രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങള് അത് വരുന്നത് തടയുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. അത് പടർന്നു പിടിക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ മോളെ? ഓക്കെ. ഇനി 2ഉം 3ഉം കൂടി പറയണോ? 2 എന്താണ്? മാരേജ് കൗൺസിലിംഗ്. അതുപോലെ തന്നെ അച്ഛനാവാൻ പോകുന്ന ആൾക്കാര്, അമ്മയാവാൻ പോകുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ എന്താണ് ഈ ഗർഭിണികൾക്കുള്ള സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെന്താ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പോയിന്റിലും ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്? ടൈപ്സ് ഓഫ് OPD. ഏതൊക്കെ ടൈപ്പുകളാണെന്ന് നോക്കാം. 2 types ഓഫ് OPD സർവീസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് OP ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും. ഇപ്പൊ 2 OPD ടൈപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസും. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. All the services are provided in concise areas which includes all diagnostic and therapeutic facilities are being provided in same place. എന്താണ് പറയുന്നത്? സെൻട്രലൈസ്ഡ് OP ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെൻട്രൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഇപ്പോ ഫസ്റ്റ് ചെല്ലുന്നത് OP ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ചെല്ലുന്നത് എവിടെയായിരിക്കും? സെൻട്രലൈസ്ഡ് OP സർവീസസിലോട്ടായിരിക്കും. നമ്മൾ ഇന്ന ഡോക്ടറെ കാണണം, അതെവിടെയാണ് ഇരിക്കുന്നത്, ഏത് ടൈമിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സെൻട്രലൈസ്ഡ് OP ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പോ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർത്തോ പേഷ്യന്റ് ആണ്. അപ്പൊ എന്താണ്? അയാൾക്ക് ഓർത്തോ ഡോക്ടറെ കാണണം. അപ്പൊ എവിടെയാണ് ആ ഡോക്ടർ ഇരിക്കുന്നത്, ഏത് ദിവസമാണ് ഉണ്ടാവുന്നത്, ഏത് ടൈമിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാൻ പോകില്ലേ? അപ്പൊ എവിടെയാണ് രോഗി ചെല്ലുന്നത്? ആ സെൻട്രലൈസ്ഡ് OP സർവീസ് ആ ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ചെല്ലുന്നത്. അതാണ് സെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറയുന്നത്. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, കുറെ സഹായങ്ങളും, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു തരും. പിന്നെ എന്താണ്? ഡീസെൻട്രലൈസ്ഡ് റിസപ്ഷൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് സെൻട്രലൈസ്ഡ്. എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും. റിസപ്ഷൻ എന്ന് ഒരു കുട്ടി പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? റിസപ്ഷൻ ഏരിയാസിലൊക്കെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും അല്ലെ. ഇപ്പൊ ഡോക്ടറെ ഏത് ഡോക്ടറാണ് ഉണ്ടാവണത്, ഏത് സമയത്താണ് വരുന്നത്, എത്ര ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് ദിവസമാണ് ആ ഡോക്ടർ ഇരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? സെൻട്രലൈസ്ഡ് OP സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഡീസെൻട്രലൈസ്ഡ്. ഇപ്പൊ അവര് പറയും നിങ്ങൾ ഇന്ന സമയമുണ്ട്, നിങ്ങൾ ആ OP ഡിപ്പാർട്ട്മെന്റിലോട്ട് പൊക്കോളൂ, ഇപ്പൊ 11 മണിയാകുമ്പോൾ ഡോക്ടർ വരും. അപ്പൊ ആ OP ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞില്ലേ മിസ്, അതാണ് ഡീസെൻട്രലൈസ്ഡ് OP സർവീസസ്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ കാണിക്കും, ആ ഡോക്ടറെ കാണിക്കും. അതാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. സർവീസസ് ആർ പ്രൊവൈഡ് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് റിസപ്ഷനിലൊക്കെ പോയി ചോദിക്കില്ലേ നമ്മള്, ഇപ്പൊ ഓർത്തോ ഡോക്ടർ എപ്പോഴാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ അവര് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യത്തോടു കൂടിയും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അതാണ് സെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇവര് പറയണേണ് എന്താണ്? ഇന്ന ടൈമില് ഡോക്ടർ ഉണ്ടാവും, നിങ്ങൾ OP ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുള്ളൂ. ആ ഡിപ്പാർട്ട്മെന്റ്, ആ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡീസെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
മനസ്സിലായോ? ക്ലിയർ ആയോ? ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞില്ലേ, ഓർത്തോ, പീഡിയാട്രിക്, അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ എന്താ പറയാ, ഇവരായിരിക്കും സെൻട്രൽ ആയിട്ടായിരിക്കും, സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇവരുടെ കീഴിൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഇവരായിരിക്കും പറഞ്ഞിരുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുക, അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്, ആ ഓർത്തോ ഡോക്ടർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടില്ലേ, ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി. രണ്ട് ഡിപ്പാർട്ട്മെന്റ് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സർവീസുകൾ പറഞ്ഞു തരില്ലേ നമ്മൾക്ക്. ഇപ്പോ എന്താണ് റിസപ്ഷൻ അല്ലെ, റിസപ്ഷനിലൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളതാണ് സെൻട്രലൈസ്ഡ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളില്, അപ്പൊ അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഫ്രണ്ട് ഓഫീസ്, ഓക്കെ, അതാണ് സെൻട്രലൈസ്ഡ്. പിന്നെ എന്താണ്, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോവില്ലേ, പീഡിയാട്രിക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റേഡിയോളജി, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ് നമ്മൾ എന്താ ഓർത്തോ, ENT, അങ്ങനെയുള്ള കുറെ ഡിപ്പാർട്ട്മെന്റുകളില്ലേ, ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയ മക്കളെ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് കേട്ടാ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നോ കേട്ടോ. ഓക്കെ, താങ്ക് യു.